കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതിക്ക് വീണ്ടും മർദ്ദനമേറ്റു. എറണാകുളം നുച്ചിത്ര സ്വദേശി നീമയുടെ കണ്ണിലും ചുണ്ടിലുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. യുവതിയെ കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഭർത്താവ് രാഹുലിന്റെ വീട്ടിൽ നിന്ന് യുവതിയെ ആംബുലൻസിലാണ് ആശുപത്രിയിലെത്തിച്ചത്. നീമയെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ശേഷം രാഹുൽ ആശുപത്രിയിൽ നിന്ന് മുങ്ങുകയായിരുന്നു. തുടർന്ന് പാലാഴി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്വന്തം നാട്ടിലേക്ക് പോകണമെന്നും യുവതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഭർത്താവ് തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യുവതി മുമ്പ് രംഗത്തെത്തിയിരുന്നു. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കിപ്പുറമായിരുന്നു ആരോപണം. ഭർത്താവ് ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചുവെന്നും ചാർജർ കേബിൾ വെച്ച് കഴുത്തു മുറുക്കിയെന്നുമൊക്കെയായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. സ്ത്രീധനത്തുക കുറഞ്ഞു പോയതിന്റെ പേരിലാണ് ആക്രമണമെന്നും യുവതി പറയുകയുണ്ടായി. പിന്നാലെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം തന്നെ ഭർത്താവ് ഉപദ്രവിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് വീഡിയോയിലൂടെ യുവതി വീണ്ടും രംഗത്തെത്തി. ബന്ധുക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഭർത്താവായ രാഹുലിനെതിരെ താൻ പരാതി നൽകിയത് എന്നും യുവതി പറയുകയുണ്ടായി. അന്ന് തനിക്ക് പക്വമായ നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല, അതിൽ കുറ്റബോധമുണ്ടെന്നും അന്ന് രഹസ്യമൊഴി നൽകിയപ്പോൾ അച്ഛന്റെ സമ്മർദ്ദം കാരണമാണ് കോടതിയോട് കള്ളം പറയേണ്ടി വന്നതെന്നും ആ വീഡിയോയിൽ യുവതി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ പരാതിയില്ലെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും തുടർന്ന് ആ കേസ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നിതാ ഇപ്പോൾ വീണ്ടും ഭർത്താവിന്റെ ക്രൂരമായ മർദ്ദനമേറ്റ് ഈ യുവതി ആശുപത്രിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ കേസിന്റെ തുടർ നടപടികൾ ഇനി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. Thank you.